Okay, now you can mark your attendance. You can mark your attendance now. All of you mark your attendance now. All attendance mark here. Okay. All of you mark your attendance now. Okay, Anamika Firaj. Leave letter evidence. മറന്നുപോയവരുടെ ക്ലാസ്സിൽ ഇരിക്കണ്ട. ഞാൻ അനാമികക്ക് ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞല്ലോ അനാമിക. ഇതെന്താ ഇത്? മറന്നു പോകേണ്ട കാര്യമാണോ അത് ലീവ് ലെറ്റർ? ബാക്കി എല്ലാവരും ലീവ് ലെറ്റർ തരുന്നുണ്ടല്ലോ, ഇൻഫോമും ചെയ്യുന്നുണ്ട്. അനാമികക്ക് ഞാൻ ഒരു ദിവസം എക്സ്ക്യൂസ് തന്നതല്ലേ? അനാമിക ഒരു കാര്യം ചെയ്തോ, ലീവ് ലെറ്റർ എഴുതിയിട്ട് എനിക്ക് അയച്ചിട്ട് ക്ലാസ്സിൽ കയറിക്കോ. ഇപ്പൊ തൽക്കാലം ലീവ് ചെയ്തോ. ലീവ് ലെറ്റർ ക്ലാസ് തീരുന്നതിന് മുമ്പ് തന്നെ എഴുതി സൈൻ മേടിച്ചിട്ട് എനിക്ക് അയച്ചിട്ട് ഈ ക്ലാസ്സിൽ കയറണം. കേട്ടോ അനാമിക? അനാമിക, you can leave now. Write the leave letter, send to me, then you can join our class. എന്റെ ക്ലാസ് കയറാതിരിക്കരുത്. ഇപ്പൊ തന്നെ ലീവ് ലെറ്റർ എഴുതി എനിക്ക് അയച്ചിട്ട് അനാമിക leave now. Morning. Okay, did you mark your attendance? Yes. Okay. Yes. So we have finished the chapter My Neighborhood, isn't it? We finished the chapter My Neighborhood. Today we are going to learn another beautiful lesson. So all of you take your all of you mute. All of you mute your mic. All of you mute your mic. Ayan Vijesh, mute your mic. Okay. So we are going to learn the new lesson. Take your textbook, page number 194. 194. Page number 194. Okay. That is, what is the name of our new chapter? Place of friendship. Yes. Places of worship. Places of worship. Places of worship. Okay. എവിടേക്കാണ് നമ്മൾ worship ചെയ്യാൻ പോവാ? പ്രാർത്ഥിക്കാൻ പോവാ? എവിടേക്കാണ് നമ്മൾ പോവാ? Yes. Page number 194. 194. 194. 194. Okay. Yes. We go to church, mosque, and temple for worshiping the God. Okay. ഇതാരെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പാട്ട് പാടുന്നേ? ഞാനിപ്പോ പാട്ട് പാടിപ്പിക്കും കേട്ടോ. ഇതാർക്കാ പാട്ട് പാടണ്ടേ? ആർക്കാ പാട്ട് പാടണ്ടേ? ആരത്? ആദിനാഥിനാണോ പാട്ട് പാടണ്ടേ? ഓക്കെ. പാട്ട് പാടേണ്ട ആൾക്കാർക്ക് നമ്മുടെ ക്ലാസ് തീരുന്നതിന് മുമ്പ് മിസ് ഒരു ചാൻസ് തരാം. ഓക്കെ. സോ ഇപ്പൊ എല്ലാരും ക്ലാസ് ശ്രദ്ധിക്കുക. Okay, that is places of worship. We go to a church, mosque, and temple for worshiping the God. അല്ലെ, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചർച്ചിൽ പോവും, മോസ്കിൽ പോവും, ടെമ്പിളിൽ പോവും. എന്തൊക്കെയാ നിങ്ങൾ പ്രാർത്ഥിക്കുക ഗോഡിനോട്? എന്തൊക്കെയാ പ്രാർത്ഥിക്കുക? ഏബൽ മാത്യു ജിതേഷ് എന്താ പ്രാർത്ഥിക്കുക? പറഞ്ഞേ.
എന്തായിരിക്കും? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞ ഏവലെ, ക്ലിയർ ആയില്ല. അമ്മേനെയും പപ്പേനെയും കുറിച്ച്. അമ്മേനെയും പപ്പേനെയും കാത്തോളണേന്ന് പ്രാർത്ഥിക്കും അല്ലേ? വെരി ഗുഡ്. Then ഐഫോൺ എന്താ പ്രാർത്ഥിക്കുക? ഐഫോണാ? കൊറോണ മാറ്റിത്തരാൻ. വെരി ഗുഡ്. Then ഓക്കെ, വിഷുകാരാജ് എന്താ പ്രാർത്ഥിക്കാം? കൊറോണ മാറ്റി തന്നിട്ട് സ്കൂളിൽ വരണമെന്നല്ലേ? അപ്പൊ നമുക്ക് സ്കൂളൊക്കെ തുറക്കാൻ പറ്റുമെന്നൊരു പുതിയ വാർത്ത കണ്ടില്ലേ നവംബറില്? എല്ലാവർക്കും സ്കൂൾ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ആഹാ, ഓക്കെ. മുഹമ്മദ് ആബിസ് പറഞ്ഞോളൂ. സ്കൂള് തുറക്കാനായില്ലേ? ആ, സ്കൂള് തുറക്കാനായി. ഇനി നമുക്ക് നേരിട്ട് കാണാം. ഇങ്ങനെ കാണണ്ട, നേരിട്ട് അടുത്തടുത്ത് നിന്ന് കാണാം, അടുത്തടുത്ത് നിന്ന് പഠിപ്പിക്കാം. ഇടയ്ക്ക് എനിക്ക് വഴക്ക് പറയാം അല്ലേ? ഫിയോണ എന്താ പ്രാർത്ഥിക്കാം? ഫാത്തിമ ഞാൻ പറ. സ്കൂളില് തുറന്നാല് മാസ്ക് ഇട്ട് ചാരി തൊഴാണ്ട് അനങ്ങാണ്ടിരിക്കണം. അനങ്ങാണ്ടിരിക്കണം, പഠിച്ചിരിക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആരവ് എന്താണ് പ്രാർത്ഥിക്കാറുള്ളത്? അവര് പറഞ്ഞോട്ടാ. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കും അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ പ്രാർത്ഥിക്കും അല്ലെ? സോ അങ്ങനത്തെ all of you listen here. Shahbara, listen here. All of you listen here. We go to different places for worshipping the God. Okay, but even though we are going to different places, we all are one God. നമ്മൾ പല സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാലും നമ്മൾ എല്ലാവരും ഒരു ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കുന്നത്. We are the children of the one God. We all are the children of the same God. ഒരു ദൈവത്തിന്റെ മക്കളാണ് നമ്മളെല്ലാവരും പല ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാലും നമ്മളെല്ലാവരും ഒരു ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാം ഒരേ ദൈവത്തിന്റെ മക്കളാണ്. Okay, so let's get started. So let's do a small activity in the beginning of this chapter. So all of you look at your textbook. This is a secret code. Fill in the blanks to find the message. ഒരു സീക്രട്ട് കോഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എല്ലാവരും സ്കൂൾ തുറക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അതുകൊണ്ടാണ് സ്കൂൾ തുറക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, tell me അമൃത. ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ആർക്കും അസുഖമൊന്നും വരാതെ ഇരിക്കണം. പിന്നെ എന്റെ അച്ഛനമ്മക്ക് അസുഖമൊന്നും വരാതെ. Very good അമൃത, very good. So let's, okay, Kirti, can you hear me? Kirti, turn on your camera. Kirti, Kirti, turn on your camera. Wait, Vijesh, ഞാൻ ചോദിക്കാവേ. So Kirti,
Can you hear me, Kirti? Kirti, can you hear me? Yes or no? Okay, Kirti, കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ആബ്സെന്റ് അല്ലായിരുന്നോ? സാറ്റർഡേ ആബ്സെന്റ് അല്ലായിരുന്നോ? സാറ്റർഡേ ആബ്സെന്റ് അല്ലായിരുന്നോ? ഓക്കെ, കീർത്തി മിസ്സിനോട് ഇൻഫോം ചെയ്തായിരുന്നോ? മിസ്സിനോട് പറഞ്ഞോ? മിസ്സേ സാറ്റർഡേ ഞാൻ ലീവാണ് എന്ന് മിസ്സിനോട് പറഞ്ഞോ? ഇല്ലല്ലോ. ലീവ് ലെറ്റർ എഴുതിയിട്ട് മിസ്സിന് അയക്കണം. റൈറ്റ് എ ലീവ് ലെറ്റർ ആൻഡ് സെൻഡ് ടു മീ. എന്നിട്ട് മിസ് കീർത്തി ക്ലാസ്സിൽ കയറിയാ മതി. കീർത്തി ഇപ്പൊ ജസ്റ്റ് ലീവ് ചെയ്ത് പോയിട്ട് ക്ലാസ് കട്ടാക്കി ലീവ് ചെയ്ത് പോയിട്ട് ലീവ് ലെറ്റർ എഴുതിയിട്ട് ക്ലാസ്സിൽ വീണ്ടും കയറണം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ആയി പോയിക്കോ. എന്നിട്ട് ലീവ് ലെറ്റർ എഴുതിയിട്ട് ഇപ്പൊ തന്നെ ക്ലാസ്സിൽ കയറുകയും ചെയ്യണം. ലീവ് ലെറ്റർ എഴുതി മിസ്സിന് ഇപ്പൊ തന്നെ ലെഫ്റ്റ് ആയിക്കോ, ലെഫ്റ്റ് ആയിക്കോ. ഓ, ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് കേട്ടോ. ലീവ് ലെറ്റർ എഴുതാതെ ക്ലാസ് കയറുന്നവരെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഇറക്കി വിടും. സോ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങളാ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ വിളിച്ചു പറയാ ലീവ് ആവുന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, let's do this activity. This is a secret code. All of you listen here. Fill in the blanks to find the message. E equal to 1. 1 എന്ന് വരുന്ന സ്ഥലത്ത് നമ്മൾ E എഴുതണം. 2 S എഴുതണം. ഷബറ മ്യൂട്ട് യുവർ മൈക്ക്. D എന്ന് പറയുന്നത് നമ്മള് 3 എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ D എഴുതണം. അങ്ങനെ നമ്മള് ഈ താഴെ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ? 5 6 3 4 2 6 7 1. അപ്പൊ അതിന് നേരെ വരുന്ന ലെറ്റേഴ്സ് അവിടെ എടുത്ത് എഴുതുക. അപ്പൊ നമുക്കൊരു സീക്രട്ട് കോഡ് കിട്ടും. So all of you write. God is 1. Did you get the answer? God is 1. God is 1. God is 1. Yes. God is 1. Very good. Very good. That is God is 1. All the gods are 1. Is we are praying to the same God. We all are the children of the same God. Okay. God is 1. God is 1. ദൈവം ഒറ്റൊരാളേ ഉള്ളൂ. ആ ഒരു ദൈവത്തിനോടാണ് നമ്മൾ എല്ലാവരും പല സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, നമ്മൾ എല്ലാവരും ഒരേ ദൈവത്തിന്റെ മക്കളാണ്. Okay, so you can see a picture of a girl and 3 boys. They are friends. Okay, let's look at their names. Sarah, Murugan, Baljit and Adil. Okay, Sarah, Murugan, you can see the picture of Sarah, Murugan, Baljit and Adil. They are very thick friends. Okay, just like you. Okay. Okay. Fatima KM, any doubt, any problem? No. Okay. Sarah, Murugan, Baljit and Adil are friends. They live in the same neighborhood. They are living in the same neighborhood. Okay. And they celebrate all the festivals together. Sarah, Murugan, Baljit and Adil. They celebrate all the festivals together. They are friends and they celebrate all the festivals together. We can see Sarah. She prays in a church. Sarah churchil പോയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. And Adil prays in a mosque. Mosque എന്ന് പറഞ്ഞാൽ എന്താ? What is mosque? Masjid. Yes, masjid. Very good, masjid. Mosque means masjid. Shabara, where are you looking at? Shabara, avade road kude ആരൊക്കെ പോകുന്നുണ്ട്? വീടിന്റെ സൈഡിൽ കൂടെ ആരൊക്കെ പോകുന്നുണ്ട് നോക്കിയിരിക്കുകയാണ് ഷബറ.
Look at your textbook, okay? That is, Adil prays in a mosque. Okay, and Vijesh, tell me. Book തുറന്നിട്ടാണോ പഠിക്കുക? Yes, very good. And Vijesh. Baljit. Baljit prays in Gurudwara. Baljit prays in Gurudwara. നമ്മുടെ ബൽജിത്, ആ 4 ഫ്രണ്ട്സിലെ ബൽജിത് ഇല്ലേ, ബൽജിത് ഗുരുദ്വാരയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഗുരുദ്വാര. ഓക്കെ. മുരുകൻ prays in a temple. മുരുകനോ ടെമ്പിളിലാണ് പ്രാർത്ഥിക്കുന്നത്. They go to different places to pray. അല്ലേ, അവര് പല സ്ഥലത്ത് പോയിരുന്നിട്ടല്ലേ പ്രാർത്ഥിക്കുക. They go to different places. That is, Sara prays in church, Adil prays in mosque, Baljit prays in Gurudwara, Murugan prays in a temple. That is, they go to different places to pray. However, they pray to the same God. അതാണ് മിസ് പറഞ്ഞത്. എവിടെ പോയി പ്രാർത്ഥിച്ചാലും നമ്മൾ എല്ലാവരും ഒരേ ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം ഒന്നേ ഉള്ളൂ. Okay, they are praying to the same God. Some people pray in church. അല്ലേ, ചില ആൾക്കാരെ, നമ്മുടെ സാറേനെ പോലെ ചില ആൾക്കാര് ചർച്ചിൽ പോയിട്ട് പ്രാർത്ഥിക്കും. Some people pray in church. They pray to the Lord Jesus Christ. Okay, that is, they pray to the Lord Jesus Christ and Bible. Have you heard about Bible? Have you heard about the Bible? Bible എന്ന് കേട്ടിട്ടുണ്ടോ? Yes. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? Yes. കേൾക്കാത്തവരും ഉണ്ടല്ലേ? Yes. ബൈബിൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ആരാണ്? നമ്മുടെ ചർച്ചിൽ പോകുന്ന ആൾക്കാരില്ലേ, അവരുടെ ഹോളി ബുക്കാണ് ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിൾ ഈസ് ദ ഹോളി ബുക്ക്. ഓക്കെ. ആൻഡ് സം പീപ്പിൾ പ്രേ. Okay, tell me, any doubt, anybody? Muhammad Abis? Yes, miss. Okay, do you have any doubt? Yeah. Okay, ask. Uncle, ഈ പള്ളിയിൽ എന്താ പറയല്? ഏത് പള്ളി? ഈ മസ്ജിദ് ആണോ? ഫസ്റ്റ് മോളിത്തെ. ആ, അത് നമ്മുടെ ചർച്ചില്ലേ, ചർച്ചിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? പോകാത്ത ആരെങ്കിലും ഉണ്ടോ? എന്റെ ഉമ്മ പോയിനി. ആ, നിങ്ങൾ ചർച്ചിൽ പോയിട്ടില്ലെങ്കിലും നിങ്ങൾ സിനിമയെല്ലാം കാണുമ്പോ ചർച്ചിന്റെ ഉള്ളിൽ കണ്ടിട്ടില്ലേ? ഒരുപാട് സിനിമയിൽ കണ്ടിട്ടില്ലേ? യെസ്, യു ക്യാൻ സീ ഇൻസൈഡ് ഓഫ് എ ചർച്ച്. ഒരു ചർച്ചിന്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണുള്ളത് നിങ്ങൾക്ക് കാണാം. ആ, ഡാനിയല് പോയിട്ടുണ്ട് ചർച്ചില്. Then you can see the inside of a church in your textbook. ചർച്ചിന്റെ ഉള്ളില് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. Okay, this is the inside picture of a church. Okay, then some people pray in mosque and they offer namas prayers 5 times in a day. അല്ലേ, മോസ്കിൽ പോകുന്ന ആൾക്കാര് 5 ദിവസം 5 തവണ പ്രാർത്ഥിക്കില്ല ഒരു ദിവസം? ഇല്ലേ? നിസ്കരിക്കാറില്ലേ 5 തവണ? Yes, some people pray in a mosque and they offer namas. It is 5 times in a day. എത്ര ആൾക്കാരുണ്ട് 5 തവണ നിസ്കരിക്കുന്ന? എത്ര ആൾക്കാരുണ്ട് ഇതിന്റെ അകത്ത്? മോസ്കിൽ പോകുന്ന ആൾക്കാർ എത്ര ആൾക്കാർ നിസ്കരിക്കും നോക്കട്ടെ. എത്ര മടിയന്മാരുണ്ടെന്ന് നോക്കട്ടെ ഇതിന്റെ അകത്ത്. പ്രാർത്ഥിക്കാൻ മടിയന്മാർ എത്ര പേരുണ്ടെന്ന് മിസ് നോക്കട്ടെ. ഓക്കെ, ആബിസും നമ്മുടെ മുത്തബിസും ഒന്നും അങ്ങനെ പ്രാർത്ഥിക്കൂലെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കുന്ന ആരാ?
പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാര്? ഫാത്തിമ. ഫാത്തിമ പ്രാർത്ഥിക്കൂല? ഇല്ല. അതെന്താ ഫാത്തിമ? നമ്മൾ എന്നും പ്രാർത്ഥിക്കണം കേട്ടോ. Please, we must pray to the God at least one time in a day. Okay? At least ഒരു തവണയെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. It is, all of you look at your textbook. Some people pray in mosque. They offer namaz 5 times in a day. And their holy book is Quran. Some, you can see the inside picture of a mosque next to the church. You can see the picture of a mosque. These people doing namaz in the mosque. Some people pray in Gurudwara. They pray to their gurus. In Gurudwara, the people pray to their gurus. Their holy book is Guru Granth Sahib. What is the name of their holy book? Guru Granth Sahib. Okay, tell me what is the name of their holy book? Tell me. Guru Granth Sahib. Yes. Guru Granth Sahib is the name of their holy book. Guru Granth Sahib. Yes. Guru Sahib. Very good. Guru Granth Sahib. Then some people pray in temple. It has ideas of different gods and goddesses. That is, ചില ആൾക്കാർ ടെമ്പിളിൽ പോയി പ്രാർത്ഥിക്കും. അവിടെ ഒരുപാട് ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ രൂപങ്ങളുണ്ട് അല്ലേ? You can see the ideas of different gods and goddesses. Gods means നമ്മുടെ ദേവന്മാരും, goddesses എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ ദേവതകളൊക്കെ ഇല്ലേ അല്ലേ? അതായത് അവരുടെയൊക്കെ ഒരുപാട് രൂപങ്ങളുണ്ട് നമ്മുടെ ടെമ്പിൾസിൽ. Okay, then the Bhagavad Gita is one of their holy books. Bhagavad Gita is their holy book. And there is only one God and he is called by different names. Only one God is there and we call him in different names. ഒരു ദൈവമേ ഉള്ളൂ. നമ്മൾ പല പേരിൽ വിളിക്കുന്നെങ്കിലും ആകെ ഒരു ദൈവമേ ഉള്ളൂ. We call him in different names. And all of us, it is I and you, all of us are the children of that one God. We must love one another. Okay, that is, you can see the picture of a Gurudwara and a temple in your textbook. Okay, that is, some people prays in church and they pray to the Lord Jesus Christ. Then the Bible is their holy book. Okay. Okay, the people who pray in the church, Bible is their holy book. And some people pray in a mosque. Okay, they offer namaz 5 times in a day. That is, they offer namaz 5 times in a day. 5 തവണ ഒരു ദിവസം അവർ നിസ്കരിക്കും. And Quran is their holy book. Then some people pray in Gurudwara and they pray to their gurus. ഗുരുദ്വാരയിൽ പോകുന്ന ആൾക്കാർ ഗുരുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. Their holy book is Guru Granth Sahib. Then some people pray in temple and you can see the ideals of different gods and goddesses in the temple. And their holy book is Bhagavad Gita. Okay. Then any doubt? Do you have any doubt? No. Okay, there is only one God. Even though we are praying to, we praying to the different, we pray in different places to places. We have only one God, and we call the God, the one God, in different names.
We call him in different names. പല പേരിലും നമ്മൾ പല ആൾക്കാരും ദൈവത്തിനോട് പ്രാർത്ഥിക്കും അല്ലേ? പക്ഷേ ദൈവം എത്ര എണ്ണം ഉണ്ട്? എത്ര ദൈവം ഉണ്ടാകെ? One. Yes, God is one. ആകെ ഒരു നമ്മൾ ആ ദൈവത്തിനെ പല പേരിലും. Yes, there is only one God and we call him in different names. All of us are the children of that one God. So നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാൻ പാടുണ്ടോ? ദേഷ്യപ്പെടാൻ പാടുണ്ടോ? അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? We must love each other. We must love each other. Okay, ഇപ്പോഴാണ് ഞാൻ അനുഗ്രഹനെ കണ്ടത്. അനുഗ്രഹ കഴിഞ്ഞ ക്ലാസ്സിൽ ലീവ് ആയിരുന്നു. ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നോ? വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നോ അനുഗ്രഹ? Yes or no? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പ്രസന്റ് ആയിരുന്നോ? ശനിയാഴ്ച MS-ന്റെ ശനിയാഴ്ച നമ്മുടെ EVS ക്ലാസ് ഇല്ലായിരുന്നോ? അന്ന് പ്രസന്റ് ആയിരുന്നോ? ഓക്കെ. അറ്റൻഡൻസ് മാർക്ക് ചെയ്തില്ല തോന്നുന്നല്ലേ? ഞാൻ നോക്കിയപ്പോ അറ്റൻഡൻസ് കണ്ടില്ല അതിന്റെ അകത്ത് അനുഗ്രഹയുടെ പേര്. ഇന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവള് ചെയ്തായിരുന്നു എന്നോട് പറഞ്ഞു. ഞാൻ നോക്കിയായിരുന്നേ, പ്രസന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിന്റെ അകത്ത് വന്നിട്ടുണ്ടോ ഒന്നും കൂടെ ചെക്ക് ചെയ്യണേ. അതിന്റെ അകത്ത് വന്നിട്ടുണ്ടോ? ഓക്കെ. That is, do you have any doubt from this chapter? No. Yes. No. Then some people pray in church and they pray to the Lord Jesus Christ. And what is the name of their holy book? Hadia Rashid. What is the name of their holy book? Bible. Very good. Bible is their holy book. And some people pray in Gurudwara and they pray to gurus. And what is the name of their holy book, Richard Sijo? The holy book of the people who pray in Gurudwara. Guru Granth Sahib. Very good. Guru Granth Sahib is the holy book of the people who pray in Gurudwara. Next, there is some people who pray in mosque. What is the name of their holy book? Aditanu. Some people pray in mosque. What is the name of their holy book? Quran. Yes, very good. Quran is the name of their holy book. And some people pray in temple. What is the name of their holy book? Nuras. What is the name of their holy book? The holy book of the people who pray in temple. Okay. അനാമിക ലീവ് ലെറ്റർ മിസ്സിന് കിട്ടിയായിരുന്നു. അനാമിക സാറ്റർഡേ അല്ല ലീവ് ആയത്. സാറ്റർഡേ അല്ലായിരുന്നു ലീവ്. സാറ്റർഡേ ആയിരുന്നോ ലീവ്? അല്ലല്ലോ. ലീവിന്റെ കാര്യം വരെ മറന്നുപോയി. ഓക്കെ, എനിവേ ലീവ് ലെറ്റർ കിട്ടി, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇനി ഏത് ഡേ ലീവ് എന്ന് കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. സാറ്റർഡേ അല്ലായിരുന്നു ലീവ്. മേ ബി ഫ്രൈഡേ ആയിരുന്നു ലീവ്. Okay, Nuras, tell me the answer. Okay, Nuras, I need the answer from Naila Shakir.
Naila. question കേട്ടിട്ടാ. Some people pray in temple. What is the name of their holy book? Bhagavad Gita. Very good. The people who pray in temple. ഭഗവത്ഗീത. Yes, the name of their holy book is Bhagavad Gita. Okay. Then let's conduct a quick recap. 3. Some people pray in a church. Bible is their holy book. Some people pray in mosque and Quran is their holy book. Some people pray in Gurudwara. Guru Granth Sahib is their holy book. Some people pray in a temple. Bhagavad Gita is one of their holy books. And there is one God, we call him in different names. Okay, then all of you take page number 197. Activity E. Make a barge. Make a barge. Okay. That is, take an adult's help to cut out a circle from a piece of cardboard. Cover it with a piece of newspaper. Write, God is one on the circle. Decorate it with glitter. Your barge is ready. ഒരു ബാഡ്ജ് ഉണ്ടാക്കാനാണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു കാർഡ്ബോർഡ് ഇല്ലേ, കാർഡ്ബോർഡ് ഷീറ്റ് ഇല്ലേ കട്ടിയുള്ളത്, അത് നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കണം. റൗണ്ടിൽ മുറിച്ചെടുത്തിട്ട് നമ്മൾ നല്ലൊരു പേപ്പർ, ഒരു വൈറ്റ് പേപ്പർ, കളർ പേപ്പർ എന്തെങ്കിലും ആ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഒട്ടിക്കണം. ഓക്കെ, എന്നിട്ട് ഗോഡ് ഈസ് വൺ എന്ന് അതിൽ എഴുതണം. എന്നിട്ട് നിങ്ങൾ ബാഡ്ജ് പോലെ നിങ്ങളുടെ ഡ്രസ്സിൽ അതിങ്ങനെ കുത്തി വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. മനസ്സിലായോ? ഹോംവർക്ക് മനസ്സിലായോ? ഒരു കാർഡ്ബോർഡ് നിങ്ങൾ റൗണ്ടിൽ മുറിച്ചിട്ട് അതിലൊരു പേപ്പർ ഒട്ടിക്കുക. റൗണ്ടിൽ തന്നെ ഒരു പേപ്പർ മുറിച്ചിട്ട് കാർഡ്ബോർഡിൽ അതേ ഷേപ്പിൽ ഒട്ടിക്കുക. എന്നിട്ട് ഗോഡ് ഈസ് വൺ എന്ന് നല്ല സ്കെച്ചും കൊണ്ടോ കളറും കൊണ്ടോ ഒക്കെ എഴുതിയിട്ട് ഒരു ബാഡ്ജ് പോലെ നിങ്ങളുടെ ഡ്രസ്സിൽ കുത്തിയിട്ട് അതിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. മനസ്സിലായോ? So do this as a homework. Okay. Any doubt? Any doubt? No. So bye. See you in the next class. Bye. Bye all of you. Have a nice day. Okay, all of you do the homework. Don't forget about that. Don't forget to do that. Do the homework and see you in the next class. Bye. Bye bye, Miss. Bye all. Bye Bye. 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 Bye bye. Bye. Bye all. Bye.